മലയാളത്തിലെ പ്രശസ്തയായ കവയത്രിയും ചെറുകഥാകൃത്തുമായ ധന്യ എം ഡിയുടെ മണ്ണിൽ വേവുന്ന വിഭവങ്ങൾ എന്ന ചെറുകഥ വിശകലനം ചെയ്യുകയാണ്. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥകളിൽ ശ്രദ്ധേയമായൊരു കഥയാണ് മണ്ണിൽ വേവുന്ന വിഭവങ്ങൾ. ധന്യ എം ഡി ദളിത് എഴുത്തിനെ ഉത്തരാധുനികതയുടെ പരിപ്രേക്ഷ്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരിടമാണ് ദളിതെഴുത്ത്. അപ്പോൾ ദളിതെഴുത്തിൻ്റേതായിട്ടുള്ള വിവിധ തലങ്ങളുണ്ട്. നമുക്ക് ആദ്യകാലം മുതലേയുള്ള ദളിതെഴുത്തിൻ്റെ രീതികൾ നമുക്ക് പരിചിതമാണ്. അതിൽ ആധുനിക കാലത്ത് അതിൻ്റെ ഭാഷയിലും ആവിഷ്കാരത്തിലും അനുഭവങ്ങളിലുമെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് നമ്മുടെ ദളിത് എഴുത്തുകാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ട് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട്, അനുഭവങ്ങളുടെ പരിസരത്ത് നിന്നുകൊണ്ട് തൻ്റെ രചനകളിലൂടെ സംവദിക്കുന്ന എഴുത്തുകാരിയാണ് ധന്യ എം ഡി. കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് ധന്യ എം ഡി ജനിച്ചത്. അച്ഛൻ മരിച്ചുപോയ KV ദാമോദരനാണ്. അദ്ദേഹം ഇറിഗേഷൻ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ അച്ഛൻ്റെ ശേഖരത്തിൽ നിന്നും അച്ഛൻ വാങ്ങിക്കൊടുത്തുമൊക്കെ വായിച്ച് ആ വായനാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ സ്വരുക്കൂട്ടിയതാണ് ധന്യ എം ഡിയുടെ എഴുത്ത് ജീവിതം എന്ന് പറയുന്നത്. അമ്മ മണി, അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ധനീഷാണ് സഹോദരൻ. സഹോദരൻ്റെ ഭാര്യ വനിത, അവർ ബയോമെഡിക്കൽ എൻജിനീയറാണ്. ശൂരനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലും വലിയം മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലും ലേബർ ഇന്ത്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലും നിന്നൊക്കെ ധന്യ എം ഡി വിദ്യാഭ്യാസം ആർജിച്ചിട്ടുണ്ട്. കുറച്ചു കാലം ചെർപ്പളശ്ശേരി ഐഡിയൽ ട്രെയിനിങ് കോളേജിൽ അധ്യാപികയായിട്ടും ജോലി നോക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടും ഉറച്ച നിലപാടുകളോടെയും വിശാലമായ ജീവിത വീക്ഷണത്തോടെയും ഒക്കെ എഴുത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് ധന്യ എം ഡി. അപ്പോൾ ദളിത് സമൂഹത്തിന് എക്കാലവും ഓർമ്മകളൊരു സമരമാണ്, അനുഭവങ്ങളൊരു പാഠമാണ്, അതിജീവനത്തിനുള്ള ഊർജമാണ്. അപ്പോൾ അങ്ങനെ ആ ഓർമ്മകളിലൂടെയുള്ള സമരത്തോടൊപ്പം തന്നെ സ്വത്വരാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള ഭാഷ, സംസാരിക്കുന്ന കഥകളും കവിതകളും കൊണ്ട് സമ്പന്നമാണ് ധന്യയുടെ രചനാലോകം. ധ്വന്യാത്മകമായ ഭാഷ, വളരെ സിംബോളിക്കായിട്ടുള്ള കഥാസന്ദർഭങ്ങളിലൂടെയും അനുഭവ പരിസരങ്ങളിലൂടെയും ഒക്കെ സംവദിക്കുന്ന എഴുത്ത് രീതി ഒക്കെ നമുക്ക് ധന്യയുടെ രചനാലോകത്ത് കാണാൻ പറ്റും. ജീവിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന ദളിത് സ്ത്രീയെ നമുക്ക് ധന്യയുടെ രചനകളിൽ ഏറെ കാണാൻ പറ്റും. മാത്രമല്ല, അടുക്കളയുടെ രാഷ്ട്രീയം വളരെ കൃത്യമായി നമ്മുടെ മലയാള സാഹിത്യം എക്കാലവും ചർച്ച ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് സ്ത്രീയുടെ വിമോചനത്തിൻ്റേതായിട്ടും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുമുള്ള ഒരു വലിയ ചർച്ചയായിട്ടും ആവിഷ്കാരമായിട്ടുമൊക്കെ നമ്മുടെ സാഹിത്യം കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ അടുക്കളയുടെ രാഷ്ട്രീയം പറയുന്ന, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും നമ്മുടെ അടുക്കളകളെ തിരിച്ചു പിടിക്കുക എന്ന് സാറ ടീച്ചറെ പോലെ ഉള്ളവർ പറഞ്ഞ ഒരു സമകാലത്തിലേക്ക് എത്തിയ ഒരു ഓർമ്മ നമുക്കുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ധന്യ എം ഡി തൻ്റെ ചെറുകഥയിൽ അടുക്കളയിൽ അടക്കം ചെയ്യപ്പെടേണ്ടി വരുന്നവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൽ, ഒരു ഭാഷയിൽ, ഒരു സമൂഹത്തിൽ ഒക്കെ ജീവിക്കുന്നവരുടേതായിട്ടുള്ള ജൈവിക പരിസരങ്ങളും സ്വത്വാധിഷ്ഠിതമായ നിലപാടുകളുമൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഒരു പ്രതിപ്രസ്താവനയായിട്ട് ഇത്തരത്തിലുള്ള ചില ചിന്തകളും അടയാളപ്പെടുത്തലുകളും സാഹിത്യകൃതികളും മാറുന്നുമുണ്ട്. നമ്മുടെ അനിത തമ്പിയുടെ വളരെ
പ്രസിദ്ധമായൊരു കവിതയാണ് മുറ്റമടിക്കുമ്പോൾ എന്നുള്ളത്. ഭൂതകാല സംഭവങ്ങളെയൊക്കെ ചൂലുകൊണ്ടടിച്ച് ഓർമ്മയാക്കുകയാണ് ആ കവിതയിലൂടെ അനിത തമ്പി ചെയ്യുന്നത്. അങ്ങനെ തൂത്തുവാരി വെടിപ്പാക്കുന്നത്, ഓർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞ് തൂത്തുവാരി വെടിപ്പാക്കി വെക്കുക എന്നുള്ളത് ഒരു വിധ്വംസക പ്രവർത്തനം തന്നെയാണ്. എന്നാൽ മുറ്റമടിക്കാതെ ഇരിക്കുമ്പോൾ എന്നുള്ള ധന്യ എം ഡിയുടെ കവിതയിലേക്ക് എത്തുമ്പോൾ അവിടെ വ്യത്യസ്തമായൊരു അവതരണ ശൈലി മാത്രമല്ല കടന്നു വരുന്നത്. മുറ്റമടിക്കുക എന്നുള്ളത് കടമയായിട്ടും ഉത്തരവാദിത്തമായിട്ടും സ്വന്തം ചുമലുകളിൽ നൂറ്റാണ്ടുകളായി കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു സ്ത്രീവർഗമാണ് നമ്മുടേത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരിടത്ത് മുറ്റമടിക്കാതെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ തൊഴിൽ വിഭജന വ്യവസ്ഥയെ അതിലംഘിക്കുന്ന, എന്തുകൊണ്ട് എനിക്ക് മുറ്റമടിക്കാതെയും ഇരുന്നുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി മുറ്റമടിച്ചുകൂടാ എന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കവിതയായിട്ട് മുറ്റമടിക്കാതെ ഇരിക്കുമ്പോൾ എന്നുള്ള ചിന്ത മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ജീവിതത്തെയും അനുഭവങ്ങളെയും നമ്മളുടെ സംസ്കാരത്തെയും സാംസ്കാരികമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളെയും ഒക്കെ കാണുന്ന ഒരു എഴുത്തുകാരിയാണ് ധന്യ എം ഡി എന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, താൻ ഉൾപ്പെടുന്ന ദളിത് സ്ത്രീ വിഭാഗങ്ങളോട് തനിക്ക് ആഴത്തിൽ ഉള്ള സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാരി കൂടിയാണ് ധന്യ എം ഡി. ധന്യയുടെ കഥകളിൽ അല്ലെങ്കിൽ ധന്യയുടെ രചനകളിൽ, കഥ മാത്രമല്ല കവിതയുമുണ്ടല്ലോ, ധന്യയുടെ കവിതകളിലെ അല്ലെങ്കിൽ കഥകളിലെ ആന്തരിക ലോകം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ കൊണ്ടും വളരെ ഒഴുക്കുള്ള രചനാശൈലി കൊണ്ടും ഒക്കെ ആർജവമുള്ളതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വത്ത് രാഷ്ട്രീയം സംസാരിക്കുന്ന, നിലപാടിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്ന കൃതികളാണ് ധന്യയുടേതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മണ്ണിൽ വേവുന്ന വിഭവങ്ങൾ എന്നുള്ള കഥയിൽ, നിങ്ങളെല്ലാവരും വായിച്ചതാണ് ആ കഥ. ആ കഥയിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. അതിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് അഞ്ജു എന്ന് പറയുന്ന ഒരു ദളിത് പെൺകുട്ടിയാണ്. അവളൊരു വലിയ വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ഈ കേന്ദ്ര കഥാപാത്രം അഞ്ജുവാണ്. അഞ്ജു ജീവിക്കുന്ന ആ വലിയ വീടും അതിൻ്റെ പരിസരങ്ങളും അഞ്ജുവിൻ്റെ സ്വന്തമായിട്ടുള്ള വളരെ ചെറിയൊരു ജീവിത പരിസരം, വീടും വീട്ടിലെ അംഗങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ കഥാലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഞ്ജു കുഞ്ഞിനെ നോക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ആ കുഞ്ഞിൻ്റെ പേരാണ് കുഞ്ഞമ്മു എന്നാണ് ആ വാവയുടെ പേര്. അപ്പോൾ ആ കുഞ്ഞമ്മൂൻ്റെ അമ്മയാണ് രോഷ്നി ചേച്ചി എന്നാണ് അഞ്ജു വിളിക്കുന്നത്. അവരൊരു ഉദ്യോഗസ്ഥയാണ്. രാവിലെ ജോലിക്ക് പോകും. വളരെ എന്താ പറയുക, ഉന്നതമായിട്ടുള്ള ഒരു ജീവിത നിലവാരമാണ് ആ വീട്ടിലുള്ള എല്ലാവരും പുലർത്തിപ്പോരുന്നത്. അവർ രാവിലെ കുഞ്ഞിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കുന്നു, കുളിക്കുന്നു, ഒരുങ്ങുന്നു, കാറിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, കൃത്യസമയത്ത് തിരിച്ചു വരുന്നു, കുഞ്ഞിനെ കളിപ്പിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രോഷ്നി ചേച്ചി. മാത്രമല്ല, ഈ രോഷ്നി ചേച്ചി അവരുടെ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക്, വിദേശത്തേക്ക് ഉടനെ തന്നെ പോകും. അവിടെ അവർക്ക് വലിയ ജോലിയും ലഭിക്കും. അങ്ങനെ ഈ അമ്മയും കുഞ്ഞും അവരുടേതായ ഒരു ജോലി സ്ഥലത്തിലേക്ക്, ഭർത്താവിനൊപ്പം ഉള്ള കുടുംബജീവിതത്തിലേക്കൊക്കെ ഈ രോഷ്നി ചേച്ചി മടങ്ങി പോകുമ്പോൾ ഈ വീട്ടിലുള്ള അഞ്ജുവിൻ്റെ ജോലി അവസാനിക്കും. കാരണം കുഞ്ഞ് പോകുന്നതോടെ കുഞ്ഞിനെ നോക്കാനുള്ള ജോലിക്ക് പിന്നെ പ്രസക്തിയില്ലല്ലോ. അങ്ങനെയാണ് അവിടുത്തെ ഒരവസ്ഥ. പിന്നെ ആ വീട്ടിലുള്ളത് ഈ രോഷ്നി ചേച്ചിയുടെ അച്ഛനും അമ്മയുമാണ്. ഇത്തിരി പ്രായമുള്ള എന്നാൽ നല്ല ആരോഗ്യമുള്ള ആളുകളാണ് ഈ സാറച്ഛനും സാറമ്മയും എന്ന് നമ്മുടെ അഞ്ജു വിളിക്കുന്ന രോഷ്നിയുടെ അച്ഛനമ്മമാർ. ഇവർ രണ്ടുപേരും റിട്ടയേർഡ്
അധ്യാപകരാണ്. ഹെഡ് മിസ്ട്രസ്സാണ് സാറമ്മ എന്ന് ഒരു സന്ദർഭത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അവരുടെ പിന്നെ ചിട്ടയായ ജീവിതവും പിന്നെ അവർ വടിവത്തുടുക്കുന്ന കോട്ടൺ സാരിയും അതിൻ്റെ ഇളം നിറവും പിന്നെ വളരെ എന്താ പറയുക, ആർജവത്തോടെ ഗൃഹഭരണം നടത്താനുള്ള അവരുടെ സാമർഥ്യവും ആ വീട്ടിലെ ചിട്ടകളും ഭക്ഷണത്തിൻ്റെ സവിശേഷതകളും വീട്ടുപകരണങ്ങളുടെ പ്രൗഢിയും ഒക്കെ വളരെ വിശദമായിട്ട് അഞ്ജുവിൻ്റെ കാഴ്ചയിലൂടെ, കേൾവികളിലൂടെ, അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മുടെ മുന്നിൽ അനാവൃതമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ഓരോ നമ്മളിതിലെ കഥ വായിക്കുന്നത് വെറുതെ കഥ വായിച്ചു പോവുകയല്ല. കഥയിലെ ചില പരാമർശങ്ങൾ, ചില സന്ദർഭങ്ങൾ, ചില പ്രസ്താവനകളൊക്കെ ചില കാര്യങ്ങൾ അധികമായി നമ്മളോട് വിനിമയം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മറ്റ് കഥകളെല്ലാം വിശകലനം ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സാറമ്മയെ പരിചയപ്പെടുത്തുമ്പോൾ, സാറമ്മയെ അവതരിപ്പിക്കുമ്പോൾ ധന്യ MD പറയുന്ന, അഞ്ജുവിൻ്റെ കണ്ണുകളിലൂടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില വസ്ത്രങ്ങൾ കുലീനമാകുന്നത്, ചില നിറങ്ങൾ കുലീനമാകുന്നത്, ചില പ്രത്യേക വിഭാഗക്കാർ ഉപയോഗിക്കുന്ന ചില വസ്ത്രങ്ങൾ അതിൻ്റെ കുലീനത്വമില്ലായ്മ, ചില നിറങ്ങളുടെ അവഹേളനം, അത് വസ്ത്രങ്ങളുടെ നിറങ്ങളുടെ അവഹേളനം ഉൾപ്പെടെ, ആളുകളുടെ നിറങ്ങളുടെ അത് മാത്രമല്ല, വസ്ത്രങ്ങളുടെ നിറങ്ങളുടെ, നമ്മൾ ജാതിപ്പേര് ചേർത്ത് ചില വസ്ത്രങ്ങളെയൊക്കെ വിളിച്ച് അവഹേളിക്കാറുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഓർമ്മയിലേക്ക് എത്തിക്കാൻ ചില ചെറിയ ചെറിയ പരാമർശങ്ങൾക്ക് പോലും കഥയിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഞ്ജു എന്ന് പറയുന്ന ദളിത് പെൺകുട്ടി, അതിദരിദ്രമായ ജീവിത പരിസരത്ത് ജീവിക്കുന്ന അവൾ ഇത്രയും സമ്പന്നമായ പ്രൗഢിയിൽ ജീവിക്കുന്ന കുലീനമെന്ന് വ്യവഹരിക്കപ്പെടുന്ന ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുമ്പോൾ രണ്ട് ജീവിത പരിസരങ്ങളെ അവളുടെ കണ്ണിലൂടെ, അനുഭവ പരിസരങ്ങളിലൂടെ താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അനാവൃതമാകുന്ന ചില സാമൂഹ്യ വ്യവസ്ഥകളുടെ ചില അന്തഛിദ്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് നമ്മുടെ അടുക്കളക്കാരി ചിന്നമ്മയാണ്. ചിന്നമ്മയും വളരെ ദരിദ്രമായ ഒരു വീട്ടിൽ നിന്നും വരികയാണ്. പിന്നെ വലിയ വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് ചിന്നമ്മയുടെ ഉത്തരവാദിത്തം. അവരത് വളരെ ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം എല്ലാ രാവിലെയും സാറമ്മ വന്ന് നൽകുന്നുണ്ട്. സാറമ്മ നൽകിയില്ലെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവരെല്ലാ ദിവസവും അനുവർത്തിച്ചു പോരുന്നത്. ഇവരും ഒരു ദളിത് സ്ത്രീയാണെന്നുള്ളത് പല സന്ദർഭങ്ങളിലെ പരാമർശങ്ങളിലൂടെ, അഞ്ജുവിൻ്റെ പിന്നെ കുടുംബവുമായിട്ട് ഇവരുടെ അച്ചാച്ചൻ്റെ കാലം മുതലുള്ള ഇടപഴകലുകളെക്കുറിച്ചും ഇവരുടെ നിറത്തെക്കുറിച്ചും ഒക്കെ ഉള്ള പരാമർശങ്ങൾ പലപ്പോഴായി വരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, അഞ്ജു രാത്രി കിടന്നുറങ്ങുന്നത് ഈ ചിന്നമ്മയുടെ കൂർക്കം വലിയും കേട്ട് അവരുടെ കട്ടിലിൻ്റെ താഴെ നിലത്താണ് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ മാത്രമല്ല, വീട്ടിൽ മറ്റാരുമില്ലാത്ത സന്ദർഭങ്ങളിൽ ഈ ചിന്നമ്മ അഞ്ജുവിനെ പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ട്, വിശേഷപ്പെട്ട വിഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്, പരിഗണനകൾ നൽകുന്നുണ്ട്. മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും മീൻ വറുത്തതിൻ്റെ പൊട്ടിയ കഷ്ണങ്ങളാണെന്ന് പറഞ്ഞിട്ടും, മുട്ട പുഴുങ്ങിയപ്പോൾ അധികമായി വന്ന മുട്ടയാണെന്ന് പറഞ്ഞിട്ടുമൊക്കെ അഞ്ജുവിനെ അവർ പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ തൊഴിലിടങ്ങളിലെ ഒരേ തലത്തിൽപ്പെട്ട സ്ത്രീകൾക്കിടയിലുണ്ടാവുന്ന ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരു ദളിത് സ്വത്വാവബോധത്തിനകത്ത് പരസ്പരം ചേർത്ത് പിടിക്കുന്ന രണ്ട് സ്ത്രീകളെ ഒക്കെ നമുക്ക് ഇവരുടെ ഒരു കൂട്ടുകെട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീട്, ആ വീട്ടിലെ കുഞ്ഞിൻ്റെ ചിട്ടകൾ, കുഞ്ഞിനെ പരിപാലിക്കുന്ന രീതികൾ, അവിടെയുള്ള ആളുകൾ ജീവിക്കുന്ന രീതികൾ, അവിടുത്തെ ഗൃഹോപകരണങ്ങൾ, അടുക്കളയിലെ ചിട്ട, അങ്ങനെ ഒക്കെ വളരെ സമൃദ്ധമായൊരു ഗൃഹപരിസരവും ഭക്ഷണ രീതികളും ചിട്ടകളും വീട്ടുപകരണങ്ങളും എല്ലാം നമുക്ക് അഞ്ജുവിൻ്റെ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മളുടെ മുന്നിൽ അനാവൃതമാവുന്നുണ്ട്.
അതേസമയം തന്നെ അഞ്ജു അവളുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ആ വീട്ടിലൊരു വളരെ ഒരു കായലിൻ്റെ തീരത്ത് വെള്ളം കിനിയുന്ന തറയുള്ള അടുക്കളയുള്ള ഒരു കൂര, അതാണ് അവളുടെ വീട് എന്ന് പറയുന്നത്. അത് മേൽക്കൂരയെല്ലാം പോയി ചാക്ക് കൊണ്ട് മറച്ചിരിക്കുന്ന മേൽക്കൂരയാണ് ആ വീടിനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അച്ചാച്ചനും അമ്മൂമ്മയും അമ്മയും ഒക്കെ അടങ്ങുന്നതാണ് അവളുടെ കുടുംബം. അച്ചാച്ചൻ ഈ കളകൾക്കൊക്കെ മരുന്നടിച്ച് നശിപ്പിക്കുന്ന അങ്ങനെ ഒരു ജോലിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മരുന്നടിച്ചടിച്ചടിച്ച് അതിൻ്റെ ഈ എന്താ പറയുക ദോഷങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തെ ബാധിച്ച് വലിയ ഒച്ചയിൽ ചുമയ്ക്കുന്ന വളരെ പരവശമായിരിക്കുന്ന ഒരു അച്ചാച്ചനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ തൊട്ട് ചേർന്ന് വീടുകളാണ്, കോളനി പോലുള്ള വീടുകളാണ്. എല്ലാ വീടുകളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ വടക്കേതിലെ അശ്വിനി ചേച്ചിയുടെ കല്യാണം ത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ദാരിദ്ര്യം മാത്രമല്ല ഇവളെ ഇങ്ങനെ ഒരു ജോലിക്ക് വിടാനുള്ളൊരു സാഹചര്യം. അപ്പോൾ ഈ അശ്വിനി ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് രാത്രിയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ആ വീട്ടിൽ വന്ന് കൂടിയപ്പോൾ എല്ലാവർക്കും കൂടി കിടക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ കുറേ ആളുകൾ ഇവരുടെ വീട്ടിൻ്റെ അകത്തും പുറത്തുമായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞു വീടാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കിടന്നുറങ്ങുന്നതിനിടയിൽ ഇവളുടെ മേലിൽ എന്തോ ഇഴയുന്ന പോലെ തോന്നുകയും അവൾക്ക് ശ്വാസം മുട്ടുകയും ചെയ്യുകയും അവൾ കിട്ടിയൊരു തക്കത്തിന് ഉറക്കെ നിലവിളിക്കുകയും അമ്മ ടോർച്ചുമായിട്ട് വരികയും ടോർച്ചിൻ്റെ വെട്ടത്തിൽ ആരോ ഓടി മാറുന്നത് കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ആരോ കല്യാണത്തിന് വിരുന്ന് വന്ന ആരോ ഒരാൾ ശ്രമിച്ചതാണത്. അപ്പോഴാണ് അമ്മ ഈ കുഞ്ഞിനെ ഇനി വീട്ടിൽ നിർത്തുന്നത് സുരക്ഷിതമല്ലല്ലോ, ഇവളെപ്പോലൊരു കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതത്വം നൽകാനുള്ള ഒരു സാധ്യതയും ഈ ഇത്തരത്തിലുള്ളൊരു വീട്ടിലില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതും കുറച്ചുകൂടി സുരക്ഷിതമായ ഈ ഒരു വീട്ടിലേക്ക് ഈ കുഞ്ഞമ്മൂനെ നോക്കാൻ വേണ്ടിയിട്ട് അവളെ പറഞ്ഞയക്കുന്നത്. മാത്രമല്ല പരീക്ഷയിൽ അവൾ ചില വിഷയങ്ങളിൽ തോറ്റുപോവുകയും ചെയ്തിട്ടുണ്ട്, 10ാം ക്ലാസ് പരീക്ഷയിൽ. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിനെ നമ്മുടെ അഞ്ജുവിനെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഈ പരിസരങ്ങളിൽ അവരുടെ ജീവിതം, വീടിൻ്റെ അവസ്ഥ, അവരുടെ വിശപ്പ്, ദാരിദ്ര്യം, അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗികമായ അക്രമങ്ങൾ, പിന്നെ അവൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാം ഞങ്ങളുടെ കാരണവന്മാരുടെ എല്ലാവരുടെയും പൊക്കിൾ കുഴിച്ചിട്ട മണ്ണാണിത്. ആ മണ്ണിൻ്റെ ഈർപ്പമാണ് ഞങ്ങളുടെ വീടിനകത്ത് പോലും ഞങ്ങളുടെ പാദങ്ങളെ നനച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാരണവന്മാരുടെ പൊക്കിൾ കുഴിച്ചിട്ട മണ്ണ് എന്ന് പറയുമ്പോൾ അതിനോടുണ്ടാകുന്ന വൈകാരികമായൊരു അടുപ്പമുണ്ട്. അപ്പോൾ വെള്ളം കിനിയുന്ന അടുക്കളയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ചാക്ക് കൊണ്ട് മറച്ച മേൽക്കൂരയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ ജൈവികമായിട്ടുള്ള ആത്മാവ് തൊടുന്നൊരു ആത്മബന്ധം ആ ഒരു പരിസരവുമായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ശരിക്കും കുറേശ്ശെയായിട്ട് വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെളിത്തുരുത്താണിത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ അച്ചാച്ചൻ മരിച്ചു പോകുന്നത്. അപ്പോൾ ഈ അച്ചാച്ചൻ മരിച്ച സന്ദർഭത്തിലാണ് എല്ലാവരും സങ്കടത്തിലാണ്, കരച്ചിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെ കുഴിച്ചിടും, ഇവിടെയുമില്ല, മുന്നിലും പുറകിലും ഒന്നും വീടിൻ്റെ കുഴിയെടുക്കാനുള്ള സ്ഥലം ഇല്ല. വെള്ളത്തിൽ പണ്ട് എന്ന് പറയുമ്പം ഇതുപോലെ സ്വന്തമായിട്ട് മണ്ണില്ലാത്ത ആളുകളെ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നൊരു പതിവുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും പറ്റില്ല. ഒരു പാഴ്വസ്തുക്കളും വെള്ളത്തിൽ എറിഞ്ഞ് കളയാൻ പാടില്ല എന്ന് നിയമം പോലും ഉള്ളൊരു കാലമാണിത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ശവമൊന്നും അങ്ങനെ ഒഴുക്കി വിടാനൊന്നും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ അടുക്കള പൊളിക്കുകയാണ്. അടുക്കള പൊളിച്ച് അതിൽ ഈ ശവം മറവ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കഥ അവസാനിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സമൂഹത്തിൻ്റെ 2 തലങ്ങളിലുള്ള ജീവിതങ്ങളെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അഞ്ജു ജോലിക്ക് നിൽക്കുന്ന വീടിൻ്റെയും അവളുടെ സ്വന്തം വീടിൻ്റെയും പരിസരങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ കഥ. അതിൽ തന്നെയും ദളിത് ജീവിതാവസ്ഥകളെ
വളരെ പിന്നെ അടച്ചുറപ്പുള്ളൊരു വീടില്ലാത്ത, സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത, പിന്നെ എന്താ വളരെ പിന്നെ എന്താ പറയുക, ഹൈജീനിക് അല്ലാത്ത ഒരു ജീവിക്കേണ്ടി വരുന്ന, പിന്നെ ശവം മറവ് ചെയ്യാൻ ഇടമില്ലാത്ത, പലപ്പോഴും വെള്ളത്തിലും ഈർപ്പത്തിലും ഉറങ്ങുകയും പാചകം ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന ജീവിത പരിസരമുള്ള, ദാരിദ്ര്യമുള്ള, അതേസമയം തന്നെ തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച്, പൂർവികരെക്കുറിച്ച് വളരെ പിന്നെ അഭിമാനത്തോടു കൂടിയും വളരെ സ്നേഹാർദ്രമായും ഓർക്കുന്ന സ്വത്വബോധമുള്ള ഒരു ദളിത് പരിസരത്തെ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൽ അവരെടുക്കുന്ന തൊഴിലുകളെക്കുറിച്ച്, അച്ചാച്ചൻ മുതൽ ഇങ്ങോട്ടുള്ളവർ വരെ 5 വരെയുള്ളവരെടുക്കുന്ന തൊഴിലുകളെക്കുറിച്ച്, അവരുടെ ഇടയിൽ നടക്കുന്ന വിവാഹം പോലെയുള്ള ആഘോഷങ്ങളെക്കുറിച്ച്, ശവം മറവ് ചെയ്യാൻ ഇടമില്ലാതെ ഉള്ള ജീവിതാവസ്ഥകളെക്കുറിച്ച്, വളരെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച്, പഠിക്കാനുള്ള യാതൊരു ഭൗതിക സാഹചര്യമില്ലാതിരിക്കെ തോറ്റുപോകുന്ന അവരുടെ പരീക്ഷകളെക്കുറിച്ച്, വളരെ ചെറുപ്പത്തിൽ തന്നെയും ബാലവേലയൊക്കെ നിയമവിരുദ്ധമായിരുന്നിട്ട് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നെ ജോലിക്ക് പോകേണ്ടി വരുന്ന, വീട്ടുജോലിക്കും കുട്ടികളെ നോക്കാനും ഒക്കെയായിട്ട് വീട് വിട്ട് പോകേണ്ടി വരുന്ന പെൺകുട്ടികളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കഥ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ പല ജീവിതങ്ങളെ നമ്മൾക്ക് പങ്കിട്ട് തരുന്നത്, അനുഭവിപ്പിച്ച് തരുന്നത് എന്നീ കഥ പറയുന്നു. കഥയിലെ ഓരോ പ്രസ്താവനകളും, ഓരോ പ്രതീകങ്ങളും, ഓരോ കഥാസന്ദർഭങ്ങളും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങൾ കഥ വായിച്ചു നോക്കുക.